കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംബിയർ സർക്യൂട്ടല്ലോ അതിൻ്റെ ആപ്ലിക്കേഷൻ, ലോറൻസ് ഫോഴ്സ് ഇതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന പാത്ത് എന്താണ് എന്നൊക്കെ പറയുന്നതാണ് നെക്സ്റ്റ്. സോ കൺസിഡർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലുള്ളത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അതായത് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് മുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഗെറ്റ് ആക്സിലറേറ്റഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചതാ. ഇനി മാഗ്നറ്റിക് ഫീൽഡിലുള്ളതാണ് പറയുന്നത്. സോ കൺസിഡർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ വരഞ്ഞേക്കുന്നത്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. മൂവിങ് വിത്ത് എ വെലോസിറ്റി v which makes an angle theta with the direction of magnetic field. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ് with an angle theta with the direction of magnetic field. മാഗ്നറ്റിക് ഫീൽഡുമായി ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് തീറ്റ ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ v എന്ന് പറയുന്ന വെലോസിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആയിട്ട്, നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് റിസോൾവിങ് ഓഫ് എ വെക്റ്റർ, ഒരു വെക്റ്ററിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചതാ. ദെൻ ഇത് v കമ്പോണന്റ് ആണെങ്കിൽ ഇത് v കോസ് തീറ്റ എന്നും ഇതിനെ v സൈൻ തീറ്റ എന്നും രണ്ടായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. കാരണം ഈ v എന്ന് പറയുന്ന കമ്പോണന്റ് എക്സ് ഡിറക്ഷനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. റിസോൾവ് ചെയ്യുന്ന സമയത്ത് രണ്ടായിട്ട് റിസോൾവ് ചെയ്തു, v സൈൻ തീറ്റയും v കോസ് തീറ്റയും. അപ്പൊ നമുക്ക് v കമ്പോണന്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, v സൈൻ തീറ്റയും v കോസ് തീറ്റയും ഉണ്ടാക്കിയിരിക്കുന്നത്. v എന്ന് പറയുന്ന കമ്പോണന്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് v കോസ് തീറ്റയും v സൈൻ തീറ്റയും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം v sin theta when a charged particle moves perpendicular to the direction of velocity അതാദ്യം പഠിക്കാം. രണ്ടാമത് when a charged particle moves parallel to the direction of velocity, അതായത് v cos theta component, charged particle moves parallel to the direction of magnetic field, v cos theta component. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അറ്റ് ആൻ ആംഗിൾ തീറ്റ കിട്ടൂല. കാരണം എന്താ, v എന്ന് പറയുന്നതിനെ റിസോൾവ് ചെയ്തിട്ടാണ് v സൈൻ തീറ്റയും v കോസ് തീറ്റയും കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് when a charged particle moves perpendicular to the direction of magnetic field, ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് a charged particle moves parallel to the direction of magnetic field, രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ പിന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, അപ്പൊ മൂന്ന് കേസ് പറയാണ്. സോ അതിൽ ഒന്നാമത്തെ കേസ് വൺ, ഒന്നാമത്തെ കേസ് വൺ എന്താ? കേസ് വൺ എന്ന് പറഞ്ഞത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് perpendicular to the direction of magnetic field. ഏത് കമ്പോണന്റ് ആണ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? v sin theta കമ്പോണന്റ്. അപ്പോൾ നമ്മൾ മൂന്ന് കേസ് ആയിട്ട് എടുക്കാണ്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് when a charged particle moves perpendicular to the direction of magnetic field. അതിൽ ഫസ്റ്റ് force acting on the charged particle when it moves perpendicular to the direction of magnetic field, ചാർജ്ഡ് പാർട്ടിക്കിൾ
പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഏത് കമ്പോണന്റാണ് നമ്മൾ പറഞ്ഞു? ഏത് കമ്പോണന്റ് ആണ്? വി സൈൻ തീറ്റ കമ്പോണന്റ്. നമ്മൾ ലോറൻസ് ഫോഴ്സ് പറഞ്ഞിരുന്നു. എന്താ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്? when a charged particle moves when a charged particle moves in a magnetic field, it experiences a force, Lorentz magnetic force. കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ? F is equal to QVB sin theta. QVB sin theta. Then അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് Q ഏത് കമ്പോണന്റ്? സൈൻ്റെ ഏത് കമ്പോണന്റ്? വെലോസിറ്റിയുടെ ഏത് കമ്പോണന്റ് ആണ്? സൈൻ കമ്പോണന്റ് ആണ്. സോ Q V സൈൻ തീറ്റ, വിക്ക് പകരമാണ് B സൈൻ. എത്രയാ സൈൻ വരുന്നത്? സൈൻ തീറ്റ ഇവിടെ. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, വി സൈൻ തീറ്റ ഇങ്ങോട്ടാണ്, ആംഗിൾ എന്ന് പറയുന്നത് സൈൻ 90. സോ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. ഈ സൈൻ തീറ്റയാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് ഈസ് F is equal to Q into V cross B. F is equal to Q into V cross B. നമ്മൾ A cross B, AB sin theta എന്ന് പറയുന്ന ഫോർമുല എഴുതിയ. അപ്പോൾ നമ്മൾ എവിടുന്നാ തുടങ്ങിയേ? ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ചാർജർ പാർട്ടിക്കിൾ when it moves perpendicular to the direction of magnetic field. ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് കൊടുത്തു. F is equal to QVB sin theta, Q into V sin theta, B sin 90. ഈ വീക്കാണ്, വി കമ്പോണന്റ് കൊടുത്തത് V sin theta. ഇവിടെ sin 90 1 ആയിട്ട് മാറി. സോ QVB sin theta. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നിങ്ങൾക്ക് അറിയാം ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡിറക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഏതില്? നമ്മളെ സർക്കുലർ കോയിലിന്റെ കേസ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഫോഴ്സ് ഈസ് perpendicular to both velocity and magnetic field. Force is perpendicular to both velocity and magnetic field. കാരണം ക്രോസ് പ്രൊഡക്റ്റിന്റെ ഉള്ളിലാണ് വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇവിടെ ഫസ്റ്റത്തത് എന്താ? ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നെഴുതി കൂടെ. കാരണം ഡിസ്പ്ലേസ്മെന്റിന് പെർപെൻഡിക്കുലർ ആവാനുള്ള റീസൺ എന്താണ്? വെലോസിറ്റിയുടെ അതേ ഡിറക്ഷനിൽ തന്നെയായിരിക്കും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിറക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ടാണ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. ചാർജ്ഡ് പാർട്ടിക്കിളിലുള്ള വർക്ക് W ഈസ് ഈക്വൽ ടു എന്താ? വർക്ക് കാണാനുള്ള ഇക്വേഷൻ Fs cos theta ആണ്. Fs cos theta, that is Fs cos 90. കാരണം നമ്മൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90. ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ Fs cos 90. സോ W ഈസ് ഈക്വൽ ടു 0. W ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ വർക്ക് 0 ആണ്. വർക്ക് 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം. ഇപ്പൊ ഇവിടെ വർക്ക് 0 ആയതുകൊണ്ട് നമുക്ക് എന്തു പറയാം? ഇവിടുത്തെ ഡിസ്പ്ലേ കോസ് 90 ആയതുകൊണ്ടാണ് ഇവിടെ ഒരു പെർട്ടിക്കുലർ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഉണ്ടായാലേ വർക്ക് ഡൺ എന്തായിട്ട് മാറുള്ളൂ? 0 അല്ലായിട്ട് മാറുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പെർട്ടിക്കുലർ ആക്സിലറേഷൻ ഉണ്ട് താനും. കാരണം ഈ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ഉണ്ട്. പെർട്ടിക്കുലർ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു ഇക്വേഷൻ വന്നത് F is equal to Q into V cross B എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. എന്നാൽ ഇവിടെ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു വർക്ക് 0 ആണ്. ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്ക് ഡൺ ഈസ് 0. അപ്പൊ അവിടെ എന്തില്ല? ഇക്വേഷൻ അനുസരിച്ച് ന്യൂട്ടന്റെ ലോ അനുസരിച്ച് എന്താണ്? ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പറയാം സോ വർക്ക് ഡൺ ഇവിടെ 0 ആണ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം സോ magnitude of velocity does not change. Magnitude of velocity does not change
does not change, but direction of velocity changes. But direction of velocity changes. Direction of velocity changes. അതായത് ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ വർക്ക് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയും ആണല്ലോ. ഇവിടെ ഫോഴ്സ് ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റി ഉണ്ട്, എന്നാൽ സ്കെയിലാറായ വർക്കില്ല. അതായത് ഇവിടെ എന്ത് ചേഞ്ച് ചെയ്തിട്ടാണ് ആക്സിലറേഷൻ ഉണ്ടാവുന്നത്? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ടല്ല, ഡിറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് സ്കെയിലാറിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലെയാണ് എന്തിനെ അഫക്റ്റ് ചെയ്യുക? സ്കെയിലാറിനെ അഫക്റ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്, വെക്ടർ ഉണ്ട്. വെക്ടർ ഉണ്ടായാൽ നമുക്ക് അവിടെ എന്ത് ചേഞ്ച് ചെയ്താൽ മതി? ഡിറക്ഷൻ ചേഞ്ച് ചെയ്താലും എന്ത് ചേഞ്ച് ചെയ്യും? വെക്ടർ ചേഞ്ച് ചെയ്യും എന്ന് നിങ്ങൾ ഏതിൽ പഠിച്ചതാണ്? ഫസ്റ്റ് ഇയറിൽ പഠിച്ച. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഓൺലി ചേഞ്ചസ് ഇറ്റ്സ് ഡിറക്ഷൻ. എന്ത് ചേഞ്ച് ചെയ്യും? ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. അതിനുള്ള റീസൺ പറഞ്ഞു. ഇവിടെ എന്തില്ല? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ വർക്കില്ല. എന്തുമാത്രമേ ഉള്ളൂ? വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫോഴ്സ്. അതിനുള്ള റീസൺ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഓൺലി ചേഞ്ചസ് ഇറ്റ്സ് ഡിറക്ഷൻ. സോ ഇവിടെ ഓരോ ഇൻസ്റ്റന്റിലും ഡിറക്ഷൻ ചേഞ്ച് ചെയ്താലേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഫോഴ്സ്. ഓരോ ഇൻസ്റ്റന്റിലും ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന മോഷൻ നിങ്ങൾക്കറിയാം. ഓരോ ഇൻസ്റ്റന്റിലും ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന മോഷൻ ഏതായിരിക്കും? സർക്കുലർ മോഷൻ ആയിരിക്കും. സോ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട്, charged particle execute circular path. Charged particle execute circular path. Charged particle എന്തായിട്ടാണ്? സർക്കുലർ. ഇത് കാര്യമായിട്ട് നിങ്ങളെ എക്സാമിന് ചോദിക്കും. എന്താണ്? when a charged particle moves perpendicular to the direction of magnetic field, it execute ഏത് പാത്താണ്? സർക്കുലർ. ആ സർക്കുലർ പാത്തിലാവാനുള്ള റീസൺ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഓൺലി ചേഞ്ചസ് ഇറ്റ്സ് ഡിറക്ഷൻ. അതിനുള്ള റീസൺ എന്താണ്? there is no work done but there is a force, a particular force. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊന്നും കൂടി പറയാം. നമ്മൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് തീറ്റ ആംഗിളിൽ മൂവ് ചെയ്യണം. അതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വി സൈൻ തീറ്റ കമ്പോണന്റ് ആയിട്ടും വി കോസ് തീറ്റ കമ്പോണന്റ് ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഒന്നാമത്തെ കേസ് എടുത്തു. ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് വി സൈൻ തീറ്റ കമ്പോണന്റ്. So force acting on the charged particle when it moves perpendicular to the direction of magnetic field, ഏത് കമ്പോണന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു? വി സൈൻ തീറ്റ. അത് നമ്മൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിൽ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ക്യൂ വിക്ക് പകരം വി സൈൻ തീറ്റ, ബി സൈൻ 90. സൈൻ 90 വരാനുള്ള റീസൺ എന്താ? വി സൈൻ തീറ്റ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ ക്യൂ വി ബി സൈൻ തീറ്റ. എഫ് ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി, വെക്റ്റർ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ക്യൂ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് എന്തിനൊക്കെ പെർപെൻഡിക്കുലർ ആണ്? വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണ്. സോ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും എന്തുണ്ടാവുക? ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്ക് ഡൺ ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ആണ് എഫ് എസ് കോസ് തീറ്റ. സോ എഫ് എസ് കോസ് 90. കോസ് 90 വരാനുള്ള റീസൺ എന്താ? ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്ക് ഡൺ എന്തായിട്ട് മാറി? 0. വർക്ക് ഡൺ 0 ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യൂല. എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ? ഡിറക്ഷൻ. അങ്ങനത്തെ മോഷനെയാണെന്ന് പറയുന്നത് സർക്കുലർ മോഷൻ. അപ്പൊ എന്താ പറഞ്ഞത്? when a charged particle moves perpendicular to the direction of magnetic field, it execute circular path. It execute circular path. Okay. അപ്പോൾ നേരത്തെ നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സിക്യൂട്ട് സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞു. ഇനി ആ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ടൈം പീരിയഡ് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും.
അതിനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ സർക്കുലാർ പാത്തിലാണ് ഏതൊരു ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിലുള്ള കണ്ടീഷൻ നിങ്ങൾ പഠിച്ചതാണ്. എന്താ കണ്ടീഷൻ ഫോർ സർക്കുലാർ മോഷൻ? കണ്ടീഷൻ ഫോർ സർക്കുലാർ മോഷൻ, കണ്ടീഷൻ ഫോർ സർക്കുലാർ മോഷൻ എന്താണ്? കണ്ടീഷൻ ഫോർ സർക്കുലാർ മോഷൻ, സർക്കുലാർ മോഷന്റെ കണ്ടീഷൻ എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഏതിനുള്ള? സർക്കുലാർ മോഷനിലുള്ളത്. അത് ഇവിടെ അപ്ലൈ ചെയ്തു. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. സോ കണ്ടീഷൻ ഫോർ സർക്കുലാർ മോഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ? mv²/r is equal to QVB. സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ആയിട്ട് എടുത്തു. സോ നമ്മൾ ഇവിടെ എടുത്തത് F is equal to QVB സൈൻ തീറ്റയാണ്. ആ സൈൻ തീറ്റ നമ്മൾ തീറ്റ എടുത്താലും കുഴപ്പമൊന്നുമില്ല. സൈൻ തീറ്റ ക്യാൻസൽ ചെയ്തു പോകും, ഞാൻ കാണിക്കാം. സോ mv²/r is equal to QVB സൈൻ തീറ്റക്ക് പകരം നമ്മൾ മാക്സിമം എടുത്തു QVB. ദെൻ ഇവിടുത്തെ ഒരു വിയും ഇവിടുത്തെ ഒരു വിയും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ അപ്പൊ V is equal to QB divided by QBR divided by M. സോ ഇവിടെ എന്തുമാത്രം വെച്ചു? ഒരു V മാത്രം. R അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, M ഇങ്ങോട്ടും. സോ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സാമിന് ചോദിക്കാം പ്രോബ്ലം ആയിട്ട്. വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തുമാത്രമാണ്? Q, charge of the charged particle. B, strength of the magnetic field. R, radius of the revolution. M, mass of the charged particle. നിങ്ങൾക്കറിയാം we have relation between linear velocity and angular velocity. V is equal to R omega. Relation between linear velocity and angular velocity, V is equal to R omega. So omega is equal to V divided by R. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാ. സോ ഒമേഗ is equal to V divided by R. V ഇവിടെ ഉണ്ട്. എന്താ? QBR divided by M divided by R cancel ചെയ്തു. That is equal to omega is equal to QB divided by M. Omega is equal to QB divided by M. എന്താ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ? നിങ്ങൾക്കറിയാം ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ, ടൈം പീരീഡ് കാണാനുള്ള T is equal to, നിങ്ങൾക്കറിയാം ടൈം ഒമേഗ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/T ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/D നിങ്ങൾ പഠിച്ചതാ. അപ്പൊ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? T ഈസ് ഈക്വൽ ടു 2π/ω. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗ ഇവിടെ ഉണ്ട്, QB ഡിവൈഡഡ് ബൈ M. M മുകളിലേക്ക് പോകുന്ന സമയത്ത് ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ത് വരും? T ഈസ് ഈക്വൽ ടു 2πM divided by QB. T is equal to 2πM divided by QB. എന്താ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ? T is equal to 2πM divided by QB. എക്സാമിന് ചോദിക്കും ഇത് എന്തുമാത്രേ ടൈം പീരീഡ് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം പോലും ഈ ഇക്വേഷനിലില്ല. സോ T is equal to 2πM divided by QB. M എന്ന് പറയുന്നത് മാസ് ആണ്, Q എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ ആണ്, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ എന്താ ഇവിടുന്ന് നമ്മൾ തുടങ്ങിയത്? കണ്ടീഷൻ ഫോർ സർക്കുലാർ മോഷൻ എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് is equal to അപ്ലൈഡ് ഫോഴ്സ്. mv²/r is equal to QVB. Then V is equal to QBR divided by M. We have V is equal to R omega. Omega is equal to V divided by R. QBR divided by M divided by R. Omega is equal to QB divided by M. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ T is equal to 2π/ω, 2π divided by QB divided by M. T
T is equal to 2 pi m divided by QB. 2 pi m divided by QB. അപ്പോൾ ടൈം പീരീഡിനെ എന്തുമാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഒന്നാമത്തേത് മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, രണ്ടാമത്തേത് ചാർജ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, മൂന്നാമത്തേത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഏതൊക്കെ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈം പീരീഡിന്? ഒന്ന് മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, രണ്ട് ചാർജ് ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ, മൂന്ന് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഡെറിവേഷൻ ചെയ്ത് പഠിക്കണം. അടുത്ത അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കേസ് എന്തായിരുന്നു? ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അത് ഏത് പാത്താണ് എക്സിക്യൂട്ട് ചെയ്യുക? സർക്കുലർ പാത്താണ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അതിന്റെ ടൈം പീരീഡ് ഓഫ് സർക്കുലർ മോഷനും പറഞ്ഞു. അടുത്തത് കേസ് 2 ആണ്, രണ്ടാമത്തെ കേസ്. കേസ് 2 എന്താ? കേസ് 2 രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് parallel to the direction of magnetic field. Parallel to the direction of magnetic field. എന്തൊന്നും കൂടി പറഞ്ഞേ. ഏത് കമ്പോണന്റ് ആയിരിക്കും? ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏത് കമ്പോണന്റാ? വി കോസ് തീറ്റ കമ്പോണന്റ്. വി കോസ് തീറ്റ കമ്പോണന്റ് ഏത് കമ്പോണന്റ് ആണ്? വി കോസ് തീറ്റ കമ്പോണന്റ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് parallel to the direction of magnetic field, V cos theta component. V cos theta component. First, force acting on the charged particle. Force acting on the charged particle. Force acting on the charged particle. When it moves. When it moves parallel to the direction of magnetic field. Parallel to the direction of magnetic field. എന്തായിരിക്കും ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് വെച്ച് QVB sin തീറ്റയാണ്. QVB sin തീറ്റയാണ്. QVB sin തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു Q. വെലോസിറ്റിയുടെ ഏത് കമ്പോണന്റ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്? വി കോസ് തീറ്റ കമ്പോണന്റ്. സോ വി കോസ് തീറ്റ, ദെൻ ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ ബി സൈൻ. മാഗ്നറ്റിക് ഫീൽഡുമായി വി കോസ് തീറ്റ കമ്പോണന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, വി കോസ് തീറ്റ കമ്പോണന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 0 ആണ്. സൈൻ 0യുടെ വാല്യൂ നിങ്ങൾക്കറിയാം. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ F is equal to force acting on the charged particle F is equal to 0. അതായത് when a charged particle moves parallel to the direction of magnetic field, force acting on the charged particle is 0. ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എടുക്കാം, നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഫോഴ്സും ഇല്ല, നമ്മൾ നേരെ തന്നെ പോകും. അതിന് പകരം നമ്മൾ സൈഡിൽ നിന്നോ മുന്നിൽ നിന്നോ എവിടുന്നെങ്കിലും ഒരു എന്താ പറയുക ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. അപ്പോൾ എവിടെ നിന്നാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിറക്ഷനിൽ എന്ത് ചെയ്യും? നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തില്ല, ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ഏത് പാത്തായിരിക്കും? റെക്ലീനിയർ പാത്ത് എന്ന് പറയും. സത്യം പറഞ്ഞാൽ ലീനിയർ പാത്ത് തന്നെയാണ് റെക്ലീനിയർ പാത്ത്. അതായത് സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യും. അതായത് when a charged particle moves parallel to the direction of magnetic field, it executes circular path. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജർ പാർട്ടിക്കിൾ ഈസ് 0. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു, when a charged particle moves parallel to the direction of magnetic field, force acting on the charged particle F is equal to Q V cos theta B sin 0. sin 0 വരാനുള്ള റീസൺ എന്താണ്?
വി കോസ് തീറ്റ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡ് വായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു 0. സോ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് റെക്ലീനിയർ പാത്ത്. ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് റെക്ലീനിയർ പാത്ത്. ലീനിയർ പാത്തിലാണ്. റെക്ലീനിയർ പാത്ത്, ലീനിയർ പാത്തിൽ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് ടൈം പീരിയഡ് ഓഫ് സർക്കുലർ മോഷൻ പറഞ്ഞു. എന്താ ടൈം പീരിയഡ് ഓഫ് സർക്കുലർ മോഷനിൽ? സർക്കുലർ മോഷന്റെ കണ്ടീഷൻ ആദ്യം എഴുതി. എന്താ കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ? സെൻട്രിപെറ്റൽ ഫോഴ്സ് is equal to applied force. So mv square by r is equal to qvb. Then v is equal to qbr divided by m. Then cross multiply ചെയ്തതാ. Then we have relation between linear velocity and angular velocity. V is equal to r omega. Omega is equal to v divided by r. Then v ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. qbr divided by m divided by r. Omega is equal to qb divided by m. ടൈം പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ t is equal to 2 by omega is equal to 2 divided by qb divided by m. t is equal to 2 m divided by qb. സെക്കൻഡ് കേസ് ആണ്. ഫസ്റ്റത്തെ കേസിലുള്ള ടൈം പീരിയഡ് ആണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ കേസ് പറഞ്ഞു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഏത് കമ്പോണന്റ് ആണ്? വി കോസ് തീറ്റ കമ്പോണന്റ് ആണ്. സോ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ വെൻ ഇറ്റ് മൂവ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ദെൻ അപ്പൊ ഇവിടെ വി കോസ് തീറ്റ ബി സൈൻ 90 കൊടുത്തു. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, എഫ് ഇസ് ഈക്വൽ ടു 0. സോ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് റെക്ലീനിയർ പാത്ത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ പാത്തും പാരലൽ ആണെങ്കിൽ ഏത് പാത്തും ആണ്? റെക്ലീനിയർ പാത്തും. ഇത് രണ്ടും കൂടിയതാണ് നമ്മൾ ഏത് പറയുന്നത്? വി കമ്പോണന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, കേസ് 3. അപ്പോൾ ഒന്നാമത്തെ കേസ് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർലി. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൽ പറഞ്ഞു ഇറ്റ് എക്സിക്യൂട്ട് സർക്കുലർ പാത്ത്. അതിന്റെ ടൈം പീരിയഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൽ നമ്മൾ ഇറ്റ് എക്സിക്യൂട്ട് റെക്ലീനിയർ പാത്ത്. ഇത് സർക്കുലർ പാത്തും ഇത് റെക്ലീനിയർ പാത്തും. ഈ വി കമ്പോണന്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വി സൈൻ തീറ്റായും വി കോസ് തീറ്റായും ഉണ്ടായേക്കണത്. വി സൈൻ തീറ്റായും വി കോസ് തീറ്റായും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോ വി കമ്പോണന്റ് കിട്ടും. അപ്പൊ മൂന്നാമത്തെ കേസ് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് at an angle theta with the direction of magnetic field. At an angle theta with the direction of magnetic field. With the direction of magnetic field. എന്ന് പറയുന്നത് ഏത് കമ്പോണന്റ് ആണ്? വി കമ്പോണന്റ്. വി കോസ് തീറ്റ ഇല്ല, വി സൈൻ തീറ്റ രണ്ടും കൂടി കൂടിയതാണ് വി കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് at an angle theta with the direction of magnetic field. അപ്പൊ നമുക്ക് അതിന്റെ പാത്ത് എങ്ങനെയായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ഏതിന്റെ രണ്ടിന്റെ? പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന വി സൈൻ തീറ്റ കമ്പോണന്റ് കൊണ്ടുണ്ടാവുന്ന പാത്തും വി സൈൻ കോസ് തീറ്റ എന്ന് പറയുന്ന പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി കമ്പോണന്റിന്റെ പാത്തിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. കാരണം ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഇത് കിട്ടും. സോ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട്. ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ഹെലിക്കൽ പാത്ത് എന്ന് പറയും. ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ഹെലിക്കൽ പാത്ത്. ഏത് പാത്തിലാണ്? ഹെലിക്കൽ പാത്ത് എന്ന് പറയും. എന്താ ഹെലിക്കൽ പാത്ത്? സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സർക്കുലർ പാത്തിന്റെ കൂടെ എന്തും കൂടി വേണം? റെക്ലീനിയർ പാത്തും കൂടി വേണം. അപ്പൊ സർക്കുലർ പാത്തും റെക്ലീനിയർ പാത്തും ഒരു സോളിനോയിഡൽ മോഷൻ. അതായത് സോളിനോയിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പ്രിങ് കണ്ടിട്ടുണ്ടാവും. ആ സ്പ്രിങ് ടൈപ്പ് മോഷൻ അതിനെയാണ് എന്ത് പറയുന്നത്? ഹെലിക്കൽ പാത്ത്. എന്താ സോളിനോയിഡ് എന്ന് പറയുന്നത്? ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ആൻ ഹെലിക്സ്.
ഹെലിക്സ് ഷേപ്പിൽ ചുറ്റിയതാ. അതുകൊണ്ടാണ് ഇവിടെ ഏത് പാത്ത് പറഞ്ഞത്? ഹെലിക്കൽ പാത്ത് എന്ന് പറഞ്ഞത്. സോ ചാർജർ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ഹെലിക്കൽ പാത്ത്. അപ്പൊ 3 കേസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കേസ്, when a charged particle moves perpendicular to the direction of magnetic field, it execute circular path. രണ്ടാമത്, when a charged particle moves parallel to the direction of magnetic field, it execute rectilinear path. മൂന്നാമത്തെ കേസോ, when a charged particle moves at an angle theta with the direction of magnetic field, it execute ഹെലിക്കൽ പാത്ത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ, പാരലൽ ആണെങ്കിൽ റെക്ലീനിയർ, അറ്റ് ആൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഹെലിക്കൽ പാത്ത്. അറ്റ് ആൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഹെലിക്കൽ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ, പാരലൽ ആണെങ്കിൽ റെക്ലീനിയർ പാത്ത്. അപ്പൊ പിച്ച് ഓഫ് ദ പാത്ത്, പിച്ച് ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ S is equal to 2πm divided by QB into V cos theta. ഓക്കെ ആണല്ലോ. അടുത്തത് പറയുന്നത് വെലോസിറ്റി സെലക്ടർ ആണ്. വെലോസിറ്റി സെലക്ടർ, വെലോസിറ്റി സെലക്ടർ, വെലോസിറ്റി സെലക്ടർ. ആ വേർഡ് തന്നെയുണ്ട് വെലോസിറ്റി സെലക്ടർ എന്താണ്. എന്താ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്? വെലോസിറ്റി സെലക്ട് ചെയ്യാനുള്ള ഡിവൈസ് ആണ്. വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി സെലക്ട് ചെയ്യാനുള്ള ഡിവൈസ് ആണ്. അപ്പൊ എന്താ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്? വെലോസിറ്റി സെലക്ടർ ഈസ് ദ ഡിവൈസ് used to select the velocity of the charged particle. എന്തിനു വേണ്ടിയിട്ടാണ്? used to select the velocity of the charged particle. എന്തിനങ്ങനെ ഒരു ഡിവൈസിന്റെ ആവശ്യം വെലോസിറ്റി സെലക്ടർ? നമുക്ക് ചില ന്യൂക്ലിയർ പ്രോസസ്സിലൊക്കെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടുപോയി ഹിറ്റ് ചെയ്യേണ്ടി വരും, എവിടെയെങ്കിലും കൊളൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്ര വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് കൊളൈഡ് ചെയ്യണമെങ്കിൽ ആ വെലോസിറ്റി കിട്ടാൻ വേണ്ടി, അത്ര വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിവൈസ്. അല്ലാതെ ഏതെങ്കിലും ഒരു വെലോസിറ്റി പോയിട്ട് ഹിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മിനിമം വെലോസിറ്റി ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാവും ചില പ്രോസസ്സിൽ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി സെലക്ടർ ഈസ് ദ ഡിവൈസ് used to select the velocity of the charged particle. അവിടെ കണ്ടീഷൻ ഉണ്ട്, in which electric field and magnetic fields are perpendicular to each other. എന്താ പറഞ്ഞത്? velocity selector is the device used to select the velocity of the charged particle in which electric field and magnetic field fields are perpendicular to each other. Electric field and magnetic fields are perpendicular to each other. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കണം? ഒന്നിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒന്ന് എക്സ് ആക്സിസിലാണ് വെക്കുന്നതെങ്കിൽ മറ്റത് വൈ ആക്സിസിലായിരിക്കും വെക്കേണ്ടത്. രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി. സോ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, വെലോസിറ്റി സെലക്ടർ ഈസ് ദ ഡിവൈസ് used to select the velocity of the charged particle in which
ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ആ വെലോസിറ്റി സെലക്ടറിൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ E ഡിവൈഡഡ് ബൈ ബി. എന്താ ഇ എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. എന്താ ഇ എന്ന് പറയുന്നത്? ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ദെൻ എന്താ ബി എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ എന്താ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്? വെലോസിറ്റി സെലക്ടർ ഈസ് ദ ഡിവൈസ് used to select the velocity of the charged particle in which electric field and magnetic fields are perpendicular to each other. Then equation for velocity selector അല്ലെങ്കിൽ velocity select ചെയ്യാനുള്ള equation എന്ന് പറയുന്നത് V is equal to E divided by B, then electric field intensity divided by magnetic field intensity. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എന്തെടുക്കാം? വെലോസിറ്റി. നമുക്ക് വെലോസിറ്റി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്ര ഇലക്ട്രിക് ഫീൽഡും ഇത്ര മാഗ്നറ്റിക് ഫീൽഡും കൊടുത്താൽ ഇത്ര വെലോസിറ്റി ഉള്ള ചാർജർ പാർട്ടിക്കിൾ കിട്ടും. ഓക്കെ ആണല്ലോ? അതാണ് വെലോസിറ്റി സെലക്ടർ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്? when a charged particle moves at an angle theta with the direction of magnetic field, it execute helical path. Displacement of the charged particle കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. S is equal to 2 pi m divided by QB into V cos theta. എന്താ വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞു? എന്താ വെലോസിറ്റി സെലക്ടർ? വെലോസിറ്റി സെലക്ടർ is the device used to select the velocity of the charged particle in which electric field and magnetic fields are perpendicular to each other. Velocity കാണാനുള്ള ഇക്വേഷൻ E divided by B ആണ്. Electric field intensity divided by magnetic field intensity. Okay.